നമസ്കാരം. ടി20 ലോകകപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും ഒറ്റ അവസരം പോലും ഇല്ലാതെ ബെഞ്ചിലിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സഞ്ജുവിൻ്റെ ആരാധകർ സഞ്ജുവിനെ നോക്കുന്നത്. അങ്ങനെ ബെഞ്ചിലിരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെച്ച് സഞ്ജുവിന് വലിയ നാണക്കേട് നേരിടേണ്ടി വരും എന്നതാണ് എല്ലാവർക്കും ഉള്ള ഒരു വിഷമം. ഇത്രയും നാളും ബെഞ്ചിലിരുന്നത് പോലെയല്ല സഞ്ജു തിരുവനന്തപുരത്തെത്തി ബെഞ്ചിലിരുന്ന് കഴിഞ്ഞാൽ അതെല്ലാവർക്കും വിഷമം തന്നെയാണ്. ന്യൂസിലൻഡുമായുള്ള രണ്ടാം ടി20യിലും അദ്ദേഹത്തെ ഫ്ലോപ്പ് ആവുകയും ബാക്കപ്പ് കീപ്പർ ഇഷാൻ കിഷൻ മിന്നിക്കുകയും ചെയ്തതോടെ കാര്യങ്ങൾ കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് പറയാം. ആദ്യ ടി20യിൽ 10 റൺസ് മാത്രം എടുത്ത് സഞ്ജു രണ്ടാമത്തെയും 6 റൺസിന് പുറത്തായിരുന്നു. ഇഷാനാവട്ടെ 32 ബോളിൽ 76 റൺസ് വാരിക്കൂട്ടുകയും പ്ലെയർ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്തിരുന്നു. ടീമിലെ സ്ഥാനം നിലനിൽക്കുന്നതിനായി സഞ്ജു ഇപ്പോൾ നെട്ടോട്ടം ഓടുന്നതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സഞ്ജു ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് മുൻ ഓപ്പണർ ആകാശ് ചോപ്ര ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞെത്തുകയാണ്. വിശകലനമുണ്ട്. ന്യൂസിലൻഡിനായി ഒരിക്കൽ കൂടി ഫ്ലോപ്പ് ആയതോടെ ഞായറാഴ്ച ഗുവാഹത്തിയിൽ നടക്കാനിരിക്കുന്ന മൂന്നാം ടി20യിൽ സഞ്ജു സാംസണിന് റണ്ണെടുത്തേ തീരുമെന്ന് ആകാശ് ചോപ്ര അഭിപ്രായപ്പെടുന്നു. അതിനായില്ലെങ്കിൽ അവസാന 2 മാച്ചിലും ടീമിൽ സ്ഥാനം ലഭിച്ചേക്കില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ് അദ്ദേഹം നടത്തുന്നത്. അതിലൊന്ന് തിരുവനന്തപുരത്താണ്. തിരിച്ചുവരവുകൾ അരങ്ങേറ്റത്തോളം കടുപ്പമാണ്. ആദ്യ കളിയിൽ കാര്യമായി ഒന്നും ചെയ്യാനാവാതെ പുറത്തായിട്ടും അടുത്ത മത്സരത്തിലും ഇതേ ധൈര്യത്തോടെയും അതുപോലെ ആത്മവിശ്വാസത്തോടെയും കളിക്കാൻ ഇഷാൻ കിഷനെ പോലെ കുറച്ചു പേർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഭൂരിഭാഗം പേരും അവിടെയും കുഴിഞ്ഞു വീഴുകയാണ് ചെയ്യാറുള്ളത്. സഞ്ജുവിന് അതാണ് സംഭവിച്ചത്. ലഭിച്ച അവസരം അദ്ദേഹം നഷ്ടമാക്കിയില്ല എന്നത് ഇഷാൻ കിഷനെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റുമാണ്. ഇപ്പോൾ സമ്മർദ്ദം സഞ്ജുവിനാണ്. റണ്ണെടുക്കാനായാൽ അദ്ദേഹത്തിന് തുടരാം. മറിച്ചാണെങ്കിൽ വിശാഖപട്ടണത്തെയും തിരുവനന്തപുരത്തെയും അവസാനത്തെ 2 മത്സരങ്ങളിൽ കളിക്കുന്നത് ഇഷാൻ കിഷൻ ആയിരിക്കുമെന്ന് ചോപ്ര അഭിപ്രായപ്പെടുന്നുണ്ട്. ടീമിനെ ജയിപ്പിക്കുക എന്നത് മാത്രമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിനിടയിൽ തന്നെ തിരുവനന്തപുരത്ത് കാണാനാണ് സഞ്ജുവെന്നും സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്തുകാർ അവിടെ എത്തുമെന്നുമൊക്കെ വിശ്വസിച്ചിരിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആരാധകരെ മാത്രം മുൻനിർത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമോഷണൽ കാര്യം മാത്രം മുന്നോട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ആ കളിയിൽ കളിപ്പിക്കാനാകില്ല. ഇനി 3 കളികൾ ബാക്കിയുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ചാൻസും കൂടി ഈ ഞായറാഴ്ച കൊടുക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുവരെയുള്ള ഫോമിൽ വെച്ച് തന്നെ ഒരു ചാൻസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ അത് കഴിഞ്ഞുള്ള അവസാന 2 കളിയിൽ കൂടി സഞ്ജുവിനെ കളിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന്റെ ഹോം ടൗൺ ആയ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ബാറ്റ് വീശാൻ സാധിക്കും. അത് ആരാധകർക്കും ഒരു സന്തോഷമായിരിക്കും. മത്സരശേഷം തന്നെ ESPN ക്രിക്കറ്റ് ഫോയുടെ ഷോയിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെ പറ്റി പറഞ്ഞത്. ഇഷാൻ കിഷൻ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ടീമിന്റെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആവാനിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിളങ്ങണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരുപാട് കരിയായ ശരിയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയാം. ഇഷാൻ കിഷനെ സംബന്ധിച്ച് ഇതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. അദ്ദേഹം നേടിയ റൺസ് മാത്രമല്ല, അത് മാത്രമാണ് വിഷയമെങ്കിൽ കഴിഞ്ഞ 12 മാസത്തിനിടെയുള്ള മുഴുവൻ ടെസ്റ്റുകളിൽ സർഫ്രസ് ഖാൻ ഇന്ത്യക്കായി കളിക്കുമായിരുന്നു എന്നതുകൊണ്ട് നമ്മൾ മുന്നിലോട്ട് വെക്കണം. പക്ഷെ അതിലല്ല കാര്യം. പക്ഷേ ഇഷാന്റെ കാര്യം തീർത്തും വ്യത്യസ്തമാണ് എന്ന് പറയാം. ഇന്ത്യൻ ടീം അവരുടെ വൈസ് ക്യാപ്റ്റനെ ഒഴിവാക്കി പകരം വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണിനെ ഓപ്പണറായി കൊണ്ടുവരികയും ചെയ്തു. അപ്പോഴും ഇഷാൻ കിഷൻ ബാക്കപ്പ് മാത്രമാക്കി അവിടെ നിർത്തുകയും ചെയ്തു. ഇപ്പോൾ ഇഷാൻ മിന്നുന്ന ഫോമിലാണ്. അവർക്ക് എന്തുകൊണ്ട് മാറ്റി ചിന്തിച്ചൂടാ? ഇതിനിടെ മുൻനിര ഇടംകൈയൻ ബാറ്ററായ തിലക് വർമ്മയ്ക്ക് പരിക്കു കാരണം ആദ്യം 3 കളിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. പിന്നാലെ ഓപ്പണറായ സഞ്ജുവും ബാറ്റിങ്ങിൽ പരാജയമാവുന്നു. ഇത് നിങ്ങളിൽ സ്വയം എഴുതിയ തിരക്കഥയാണെന്ന് തോന്നുന്നില്ല. മറ്റാരെയാണ് ഈ തിരക്കഥ കൈകാര്യം ചെയ്യുന്നതെന്ന് ചോപ്ര വിശദമായി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്.